അവസാനം വരെ ആരതിജീവിക്കുന്നോ അവർ പറയും ആ കഥ. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്തു, ഞങ്ങളെ ഓർക്കണം. ഗസയിലെ അൽ-ഔദ ആശുപത്രിയിലെ ഒരു വൈറ്റ് ബോർഡിൽ ഡോക്ടർ മഹ്മൂദ് അബു നുജൈല കുറിച്ചിട്ട ഒരു സന്ദേശമാണിത്. കഴിഞ്ഞ മാസം ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലും ഈ വാക്കുകൾ പ്രതിധ്വനിച്ചു. Whoever stays until the end will tell our story. We did what we could. Remember us. ലോക കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ നിയമസംഘത്തിലെ ഐറിഷ് അഭിഭാഷകനായ ബ്ലിൻഡി ഗ്രാലെ ICJ ഹിയറിംഗിൽ ജൂറിക്ക് മുന്നിൽ ഈ വാക്കുകൾ എടുത്തു പറഞ്ഞിരുന്നു. കൊല്ലപ്പെടുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ഒരു ഡോക്ടർ കുറിച്ചിട്ട ഏതാനും വരികൾ ഗസയുടെ ശബ്ദമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ നവംബർ 21 അൽ-ഔദ ആശുപത്രിയിൽ തന്റെ രോഗികളെ പരിചരിക്കുന്ന തിരക്കിലായിരുന്നു ഡോക്ടർ മഹ്മൂദ് അബു നുജൈല. ഇസ്രായേൽ ബോംബ് വീണ് ആശുപത്രി പാടെ തകർന്നു. കൂട്ടത്തിൽ ഡോക്ടറുടെയും സഹപ്രവർത്തകരുടെയും ജീവൻ നഷ്ടമായി. തന്റെ രോഗികളെ രക്ഷിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുവെന്ന് പറയാൻ അദ്ദേഹം കുറിച്ചിട്ട വാക്കുകൾ പിന്നീട് ലോകം ഏറ്റെടുക്കുകയായിരുന്നു. ഗസയിലെ മാനുഷിക വൈദ്യസഹായം നൽകുന്ന ആഗോള ചാരിറ്റി സംഘടനയായ മെഡിസിൻ സാൻസ് ഫ്രണ്ടിയേഴ്സ് അഥവാ MSF എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഈ ഫലസ്തീൻ ഡോക്ടർ. അൽ-ഔദ ഗസയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണെന്നും അവിടെ ജീവനക്കാരുടെ സാന്നിധ്യമുണ്ടെന്നും ഇസ്രായേൽ ഭരണകൂടത്തെ പതിവായി അറിയിച്ചിരുന്നതാണ് MSF. വ്യോമാക്രമണത്തിന് ഒരു ദിവസം മുൻപ് വരെയും ഇസ്രായേൽ അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നിട്ടും അതുപോലും വകവയ്ക്കാതെയായിരുന്നു ഡോക്ടർമാരെ അടക്കം ഇസ്രായേൽ കൊന്നുതള്ളിയത്. കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുടുംബവുമായി സംസാരിച്ച ഡോക്ടർ മഹ്മൂദ് തന്റെ ആശുപത്രിയിലെത്തിയ 3 കുഞ്ഞുങ്ങളെ പറ്റിയാണ് വാതോരാതെ സംസാരിച്ചിരുന്നത്. അവർ അനാഥരാണെന്നും അവരെ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ തനിക്ക് കഴിയില്ലെന്നും മഹ്മൂദ് പറഞ്ഞിരുന്നു. മരിക്കുന്നതിന് മുൻപും സഹപ്രവർത്തകന് വാട്സാപ്പിൽ അയച്ച സന്ദേശത്തിൽ ലോകം ഗസയിലെ ഫലസ്തീനികളെ രക്ഷിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഡോക്ടർ മഹ്മൂദ് അബു നുജൈല ഒരാളായിരുന്നില്ല. അദ്ദേഹത്തെ പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത മനോധൈര്യമുള്ള മനുഷ്യർ ഗസയുടെ ഓരോ ഭാഗങ്ങളിലും കാണാം. ദെയ്ർ അൽ ബലാഹിലെ അൽ-അക്സ മാർട്ടിയേഴ്സ് ആശുപത്രിയിൽ നവജാത ശിശുരോഗ ഡോക്ടറായ ഡോക്ടർ തബത് സലീം തന്റെ ജീവൻ വെടിഞ്ഞതും ഓരോ ജീവനും സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നതിടെയാണ്. എല്ലാ വശങ്ങളിൽ നിന്നും അപകടം വളഞ്ഞപ്പോഴും അവരുടെ സഹായഹസ്തം ഒരിക്കൽ പോലും പിൻവലിച്ചിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ വൈറ്റ് കോട്ടിട്ട് തലയുയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടന്നു പോകുന്ന ഒരു ഡോക്ടറുടെ ചിത്രം കണ്ണിൽ നിന്ന് അത്ര പെട്ടെന്ന് മായുന്ന ഒന്നല്ല. ഡോക്ടർ ഹുസാം അബു സഫിയ വടക്കൻ ഗസയിലെ അവസാനത്തെ ആശുപത്രിയായ കമാൽ അദ്വാൻ ആശുപത്രിയുടെ നട്ടലായിരുന്നു അദ്ദേഹം. ജനറൽ ഡയറക്ടറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ ഹുസാം അബു സഫിയയെ ഇസ്രായേൽ സൈന്യം തടവിലാക്കിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന കാര്യം പോലും അറിയില്ല. ഇസ്രായേലി ടാങ്കറുകൾ മതിലുകൾ തകർത്ത് മുന്നോട്ട് വന്നപ്പോഴും എന്റെ ആശുപത്രി വിട്ട്, എന്റെ രോഗികളെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു അദ്ദേഹം. മുൻപ് ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും എഴുന്നേൽക്കാറായപ്പോൾ അദ്ദേഹം ആദ്യം തന്റെ രോഗികളുടെ അടുത്തേക്കാണ് പോയത്. നാളുകൾ കഴിഞ്ഞാലും ഹുസാം അബു സഫിയെ പോലുള്ള നിരവധി ഡോക്ടർമാരെയും അവരുടെ മനോധൈര്യത്തെയും കാലം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള മനുഷ്യരുടെ മനോബലം തന്നെയാണ് ഗസയുടെ ശക്തിയും. ഗസ മുനമ്പിൽ ഇസ്രായേൽ വംശഹത്യ ആരംഭിച്ച് 3 ആഴ്ച പിന്നിടുമ്പോഴാണ് ഡോക്ടർ ഇനാസ് മഹ്മൂദ് അൽ-ഹാജ് കൊല്ലപ്പെടുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ സുഹൃത്തിന് അനുശോചനം അറിയിച്ച് മണിക്കൂറുകൾക്കകം അവർ കൊല്ലപ്പെടുകയായിരുന്നു. ദെയ്ർ അൽ ബലയിലെ അൽ-അക്സ ആശുപത്രിയിൽ എമർജൻസി ഫിസിഷ്യൻ ആയിരുന്നു ഇനാസ്. അവരുടെ ഭർത്താവ് ഡോക്ടർ അലി അൽ നുവേരിയും അതേ ആശുപത്രിയിൽ ഒരു ഓർത്തോപീഡിക് സർജനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഒരു കുഞ്ഞു മകനായിരുന്നു ദമ്പതികൾക്കുണ്ടായിരുന്നത്. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ തന്റെ 2ാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇനാസ്. 6 മാസം ഗർഭിണിയായിരുന്നു അവർ. ഞങ്ങൾ ജീവൻ അർഹിക്കുന്നില്ലേ എന്ന ചോദ്യം മാത്രമാണ് ദുരന്തത്തിന് പിന്നാലെ ഇനാസിന്റെ ഭർത്താവ് അലി ലോകത്തോട് ചോദിച്ചത്. ഗസയിൽ ഭാഗികമായി പ്രവർത്തിക്കുന്ന 17 ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളൊന്നായ പടിഞ്ഞാറൻ ഖാനൂസിലെ അൽ അമൽ ആശുപത്രിയുടെ മങ്ങിയ ഇടനാഴികളിൽ പ്രതീക്ഷയുടെ ചെറിയൊരു നാമ്പുമായി ജീവനക്കാരും രോഗികളും കാത്തിരിക്കുന്നുണ്ട്. 15 മാസം നീണ്ട ആക്രമണം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ തെല്ലൊരു ആശ്വാസം അവർക്കുണ്ട്. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ഓർത്തോപീഡിക് കൺസൾട്ടന്റ് ഡോക്ടർ ഖാലിദ് അയ്യാദ് ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. രോഗികൾക്ക് അടിയന്തരമായി ആവശ്യമായ മരുന്നുകളും മറ്റും ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. പല അവയവങ്ങളും നഷ്ടപ്പെട്ട അടിയന്തരമായ ശസ്ത്രക്രിയ വേണ്ട ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഇപ്പോഴും ആശുപത്രികളിലുണ്ട്. അവർക്ക് വേണ്ടത് അടിയന്തര സഹായമാണ്. വേണ്ട മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും എത്തിക്കേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങൾ ഇപ്പോഴും അതിന് തടസ്സം തന്നെയാണ്. 46,000-ലധികം മനുഷ്യരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാർ. 13,319 കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. 1,10,000 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ടവരും ഗുരുതരമായി പൊള്ളലേറ്റവരും തലയ്ക്ക് മാരകമായി പരിക്കേറ്റവരുമുണ്ട്. ഈ കണക്കുകളൊന്നും ഫലസ്തീനികളുടെ നഷ്ടങ്ങളുടെ പൂർണ്ണമായ കഥ പറയുന്നില്ല.
ആക്രമണത്തിൽ മരിച്ചവരുടെ ഔദ്യോഗിക കണക്കിൽ ബോംബുകളും വെടിയുണ്ടകളും മൂലം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കോൺക്രീറ്റ് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഏകദേശം 10,000 പേർ തകർന്ന കെട്ടിടങ്ങൾ കുടുങ്ങി മരിച്ചിട്ടുണ്ടെന്നും കരുതപ്പെടുന്നു. 2024 ഒക്ടോബറോടെ യഥാർത്ഥ മരണസംഖ്യ 70,000 കവിഞ്ഞിരിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പട്ടിണി, പാർപ്പിടവും മരുന്നുകളും ഇല്ലാതാവുക, പകർച്ചവ്യാധികളുടെ വ്യാപനം, ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ തകർച്ച, ഇങ്ങനെ നാശത്തിന്റെ പരകോടി നിൽക്കുമ്പോഴും സ്വന്തം മണ്ണ് തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസം ഓരോ ഫലസ്തീനികളുടെയും കണ്ണുകളിൽ കാണാം. ആക്രമണത്തിന് വിരാമമാകുമ്പോൾ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ യഥാർത്ഥ എണ്ണം കണക്കാക്കാൻ അധികൃതർ പദ്ധതിയിടുന്നതായി ആരോഗ്യ മന്ത്രാലയത്തിലെ ഫീൽഡ് ആശുപത്രികളുടെ ഡയറക്ടർ ഡോക്ടർ മർവാൻ അൽ ഹംസ് പറയുന്നുണ്ട്. ഗസയിലെ അധികാരികൾ നൽകിയ മരണസംഖ്യയെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പോലും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത്രയധികം മനുഷ്യരെ കൊന്നൊടുക്കിയെന്ന് അംഗീകരിക്കാൻ അവർക്കാകുന്നില്ല. യുദ്ധത്തിന്റെ ആരംഭം മുതൽ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെ 654 ആക്രമണങ്ങൾ നടന്നതായി ലോകാരോഗ്യ സംഘടന ഈ വർഷ ആരംഭത്തിൽ പറഞ്ഞിരുന്നു. നഴ്സുമാർ, പാരാമെഡിക്കുകൾ, ഡോക്ടർമാർ, മറ്റ് മെഡിക്കൽ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ 1050-ലധികം ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പലരും അവരുടെ ജോലി സ്ഥലത്താണ് കൊല്ലപ്പെട്ടത്. മറ്റു ചിലരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. പിന്നീട് പുറലോകം കാണാത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. 2024 അവസാനത്തോടെ ഗസയിലെ 36 ആശുപത്രികൾ 17 എണ്ണം മാത്രമേ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നുള്ളൂ. 11 ഫീൽഡ് ആശുപത്രികൾ സേവനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം യുദ്ധക്കുറ്റങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് UN കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്രയൊക്കെയായിട്ടും ചോരക്കൊതി അടങ്ങിയിട്ടില്ല ഇസ്രായേലിന്. വെടിനിർത്തലിനെ എതിർത്ത് ഇസ്രായേൽ മന്ത്രിമാരടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വെടിനിർത്തൽ ഗസയിൽ സമ്പൂർണ്ണ സമാധാനം കൊണ്ടുവരുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്.